സെക്കൻഡ് ആണ് സിംപ്ലി പ്രോബയോട്ടിക്. സിംപ്ലി പ്രോബയോട്ടിക് ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? സിംപ്ലി പ്രോബയോട്ടിക്കും നല്ല സ്വീറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നല്ല സ്വീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഞ്ചസാര കഴിക്കുന്ന ഒരു മധുരമല്ല, പക്ഷേ ഇത് മധുരമുള്ള പ്രൊഡക്റ്റ് ആണ്. ഈ പ്രൊഡക്റ്റ് മെയിൻ ആയിട്ട് കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. നമ്മുടെ വയറിന്റെ അകത്ത് ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്. ഗുഡ് ബാക്ടീരിയ ഉണ്ട്, ബാഡ് ബാക്ടീരിയ ഉണ്ട്. ഗുഡ് ബാക്ടീരിയയുടെ കൾച്ചറിനെ കൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ വയറ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. ബാഡ് ബാക്ടീരിയയുടെ കൾച്ചർ കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയറിൽ ഗുളുകുളാന്ന് കേൾക്കും, അസിഡിറ്റി ഫോം ആവും, വയറിന് ഡിസ്കംഫർട്ട് ഫോം ആവും, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇതൊരു സാക്ഷ്യ രൂപത്തിൽ കഴിക്കാൻ സാധിക്കുന്നതാണ്. പൗഡർ ഫോർമാറ്റിലാണ്. ഒരു സാക്ഷിക്കകത്ത് ഏകദേശം 2 മില്യൺ ഗുഡ് ബാക്ടീരിയ ഉണ്ടാവുന്നുണ്ട്. 2 ബില്യൺ ഗുഡ് ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും വയറിലുണ്ടാകുന്ന ഇഷ്യൂസ് എല്ലാം തന്നെ നമുക്ക് ഓർക്കാൻ സാധിക്കുന്നതാണ്. എപ്പോഴാണോ നിങ്ങൾക്ക് വയറിൽ ഡിസ്കംഫർട്ട് ഉണ്ടാകുന്നത് ആ സമയത്ത് ഒരു സാഷെ ഒന്നല്ലെങ്കിൽ വാട്ടറിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം, അതിൽ പൗഡർ ഫോർമാറ്റിൽ കഴിക്കാം, ഒരു കുഴപ്പമില്ല, നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നതാണ്. പിന്നെ എപ്പോഴാണോ നിങ്ങൾക്ക് ക്രേവിങ്സ് ഉണ്ടാകുന്നത്, സ്വീറ്റ് ആയിട്ടുള്ള ക്രേവിങ്സ് ഉണ്ടാകുന്നത്, ആ സമയത്തും ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓൾറെഡി ഈ പ്രൊഡക്റ്റ് മധുരം ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, പ്രൊഡക്റ്റ് കഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്വീറ്റ് ക്രേവിങ്സിന് ഓർക്കാൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ പ്രോഗ്രാമിനെ ട്രാക്കിൽ തന്നെ വയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ ഡൈജസ്റ്റീവ് ഹെൽത്ത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡൈജസ്റ്റീവ് കാര്യങ്ങൾ നല്ല രീതിക്ക് നടന്നാൽ മാത്രമാണ് വെയിറ്റ് ലോസ് നല്ല പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ. അതായത് നമ്മുടെ ശരീരം എപ്പോഴും ക്ലീനിങ് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ക്ലീനിങ്ങിന് നമുക്ക് ഡൈജസ്റ്റീവ് ഹെൽത്ത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്ത് നമുക്ക് സിംപ്ലി പ്രോബയോട്ടിക്കിന്റെ ഉപകാരം, പ്രൊഡക്റ്റിന്റെ ഉപകാരം വളരെ വലുതാണ്. അപ്പോൾ നമുക്ക് ക്രേവിങ്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ഡൈജസ്റ്റീവ് ഹെൽത്തിന് ഹെൽത്തി ആയിട്ട് വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും സിംപ്ലി പ്രോബയോട്ടിക് ഉപയോഗിക്കുക. നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഈ പ്രൊഡക്റ്റിനകത്ത് നോർമലി പ്രോബയോട്ടിക് നമുക്ക് തണുത്ത കാലാവസ്ഥയിൽ സൂക്ഷിക്കണം. പക്ഷെ നമ്മുടെ പ്രോബയോട്ടിക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് സാക്ഷിയായിട്ട് കൊണ്ടുനടക്കാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇതിനകത്ത് ഫ്ലേവർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, കളർ ആഡ് ചെയ്തിട്ടില്ല, ഷുഗർ ആഡ് ചെയ്തിട്ടില്ല, സ്വീറ്റർ ആഡ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്യണത് നമുക്ക് ഫുഡ് ഐറ്റംസിന്റെ കൂടെ ചൂടിലോ അതിൽ തണുത്ത വെള്ളത്തിലോ അതിൽ തണുത്ത പദാർത്ഥത്തിലോ എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. നോർമലി ഉള്ള ഔട്ട്സൈഡിലുള്ള പ്രോബയോട്ടിക് നോക്കുകയാണെങ്കിൽ ചൂട് തട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ പോകുന്നതാണ്, ന്യൂട്രീഷൻ വാല്യൂ പോകുന്നതാണ്. പക്ഷെ നമ്മുടെ കമ്പനി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ചൂട് തട്ടിയാലും ഏതൊരു കാലാവസ്ഥയിലും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ന്യൂട്രീഷൻ വാല്യൂ പോകത്തില്ല. ആ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് സിംപ്ലി പ്രോബയോട്ടിക് യൂസ് ചെയ്യുക. ഈ പ്രൊഡക്റ്റ് കണ്ട ആൾക്കാരുണ്ടോ? ഒരു ബോക്സിനകത്ത് ഏകദേശം 30 സാക്ഷിയാണ് വരുന്നത്. ഒരു ദിവസം ഒരെണ്ണം വെച്ച് യൂസ് ചെയ്യാം, 2 എണ്ണം യൂസ് ചെയ്യാം, 3 എണ്ണം യൂസ് ചെയ്യാം. എത്ര യൂസ് ചെയ്ത് കഴിഞ്ഞാലും അത്ര നല്ലതാണ്. മാക്സിമം 3 എണ്ണം വരെ യൂസ് ചെയ്യുക. വാട്ടറിലോ അതിൽ ചുമ്മാ പാക്കറ്റ് നമ്മുടെ വായിലോട്ട് ഇട്ടോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ സിംപ്ലി പ്രോഡക്റ്റ് യൂസ് ചെയ്യുക. ക്രേവിങ്സ് ഉള്ള ആളുകൾ ക്രേവിങ്സ് വരുമ്പോൾ കൃത്യമായിട്ട് പ്രൊഡക്റ്റ് എടുത്ത് യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ മധുരത്തിന്റെ പുറകെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് താളം തെറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഹെർബൽ അലോ കോൺസെൻട്രേറ്റ്. ഇതൊക്കെ ആളുകൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ കമ്പനിയുടെ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്ട്സുകളാണ്. കമ്പനി നിസ്സാര രീതിയിലല്ല എന്ന് പ്രിപ്പയർ ചെയ്യുന്നത്, പ്രീമിയം രീതിയിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് 7000 വെറൈറ്റി കറ്റാർ വാഴ ഉണ്ട്. അതിൽ തന്നെ ന്യൂട്രീഷൻ വാല്യൂ ഉള്ള സെലക്ട് ചെയ്ത് അത് ലിക്വിഡ് ഫോർമാറ്റിൽ നമുക്ക് കമ്പനി തന്നിരിക്കുന്നു. ഈ ഒരു ഫോർമാറ്റിലാണ് കമ്പനി വരുന്നത്. കമ്പനിയിൽ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. എല്ലാം തന്നെ പൗഡർ ഫോർമാറ്റിലും അതുപോലെ തന്നെ ഹാർഡ് ആയിട്ടുള്ള ഫോർമാറ്റിലുമാണ് വരുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് നമുക്ക് ലിക്വിഡ് ഫോർമാറ്റിൽ വരുന്നത്. ഇത് അത്രയ്ക്കും വളരെ വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് ആണ്, പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. നമുക്ക് സ്വീറ്റ്നെസിന്റെ ക്രേവിങ്സ് വരുന്ന സമയത്ത് നമ്മൾ 1.5 മൂടി അലോ കോൺസെൻട്രേറ്റ് ഒരു 200-250 വെള്ളത്തിലോട്ട് ഒഴിച്ചിട്ട് നല്ല 2 ഐസ് ക്യൂബ് ഇട്ടിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല മധുരമുണ്ട്, ചെറിയൊരു പുളിയുണ്ട്. നമുക്ക് സ്വീറ്റ്നെസിന്റെ ആ ക്രേവിങ്സിനെ ഓർഗൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതുകൂടാതെ നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്ത്, നമ്മുടെ വയറ് നല്ല സ്മൂത്ത് ആയിട്ട് വെക്കാൻ സഹായിക്കുന്നതാണ്. വയറ് നമ്മൾ ഇപ്പോൾ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ നമുക്കൊരു ഗുഡ് ഫീൽ കിട്ടാറില്ലേ, അതുപോലെ നമ്മുടെ സ്റ്റൊമക്കിന് നല്ല ഫീൽ ഗുഡ് ആയിട്ട് വെക്കാൻ സഹായിക്കുന്നതാണ്. ഡൈജസ്റ്റീവ് ഹെൽത്തിന് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ അതുകൂടാതെ ഹെർബൽ അലോ കോൺസെൻട്രേറ്റ് കൃത്യമായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. കമ്പനി ഇത് ഡൈജസ്റ്റീവ് ഹെൽത്തിന് വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഉപയോഗിച്ച ആൾക്കാരുടെ റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ ടോൺ ചേഞ്ച് ചെയ്യാനും നമ്മുടെ സ്കിന്നിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഹെർബൽ അലോ കോൺസെൻട്രേറ്റ്. വെയിറ്റ് ലോസ് ചെയ്യുന്ന ആളുകൾ മസ്റ്റ് ആയിട്ടും ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. നിങ്ങളുടെ വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. കാര്യം ഡൈജസ്റ്റീവ് ഹെൽത്ത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രൊഡക്റ്റിനകത്ത് ഹൈ ക്വാളിറ്റി കറ്റാർ വാഴയാണ്, അലോവേരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് കാലറി വാല്യൂ വളരെ കുറവാണ്. വളരെ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് കാലറി വാല്യൂ വരുന്നത്. അതുകൊണ്ട് ഇത് 1 തവണയോ 2 തവണയോ 3 തവണ കുടിച്ചു കഴിഞ്ഞാലും നമ്മുടെ വെയിറ്റ് ലോസിന് ഒരു രീതിയിലും ബാധിക്കത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ഹെൽത്തിനാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വയറിനെ നല്ല സ്മൂത്ത് ആയിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൂടാതെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെർബൽ അലോ കോൺസെൻട്രേറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻ അബ്സോർപ്ഷൻ നടക്കണം. അബ്സോർപ്ഷൻ നടത്താൻ മാത്രമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഓരോ സ്ഥലത്തോട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പദാർത്ഥങ്ങളിലെ ന്യൂട്രീഷൻ അബ്സോർവ് ചെയ്യാനായിട്ട് ഹെർബൽ അലോ കോൺസെൻട്രേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഏകദേശം 33 സെർവിങ് ആണ് വരുന്നത്. പറഞ്ഞ പോലെ 1.5 മൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 2-3 ഒക്കെ യൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഉണ്ടാവും കേട്ടോ.
ഇപ്പോൾ നോർമലി വാട്ടറിൽ മിക്സ് ചെയ്ത് കുടിക്കാം. ഇനിയിപ്പോൾ വാട്ടറിൽ മിക്സ് ചെയ്തില്ലെങ്കിൽ നിങ്ങളിപ്പോൾ വായിൽ ഒരു ഡയറക്റ്റ് ഒഴിച്ച് കുടിച്ചാലും കുഴപ്പമില്ല. ഫിനാൻഷ്യലി വളരെ ഫ്രീഡം ഉള്ള ആൾക്കാർ ഒരു ദിവസത്തെ 2 കുപ്പി കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. നെക്സ്റ്റ് ആണ് HN സ്കിൻ ബൂസ്റ്റർ. ഇതും വളരെ സ്വീറ്റ് ഉള്ള പ്രൊഡക്റ്റ് ആണ്. ഈ പ്രൊഡക്റ്റ് നമ്മുടെ ക്രേവിങ്സിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പ്രൊഡക്റ്റ് അല്ല, പക്ഷേ സ്വീറ്റ്നെസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ക്രേവിങ്സ് വരുന്ന സമയത്ത് HN സ്കിൻ ബൂസ്റ്റർ യൂസ് ചെയ്യാം. ക്രേവിങ്സ് വരുമ്പോൾ ക്രേവിങ്സിനെ ഓവർകം ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ പേര് പോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. 2 ടൈപ്പിൽ ഇപ്പോൾ കമ്പനി ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഒന്ന് ടിന്ന് ഫോർമാറ്റിലും 2 സാഷെ ഫോർമാറ്റിലും. നിങ്ങൾ ഡെയിലി ബേസിൽ സ്കിൻ ബൂസ്റ്റ് യൂസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഈ ടിൻ ഫോർമാറ്റിലുള്ളത് മേടിക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് വല്ല കാലത്തൊക്കെ സ്കിൻ ബൂസ്റ്റിനെ കുറിച്ച് അറിയാനും ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, സാഷെ ഫോർമാറ്റിൽ മേടിക്കുക. രണ്ടും 1 മാസത്തേക്കുള്ള പ്രൊഡക്റ്റാണ് വരുന്നത്. ഈ പ്രൊഡക്റ്റിൻ്റെ അകത്ത് മെയിനായിട്ട് അടങ്ങിയിരിക്കുന്നത് ഫിഷ് കൊളാജിൻ ആണ്. കൊളാജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ ആണ്. കൊളാജിൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൊളാജിൻ്റെ ഉൽപാദനം ശരീരത്തിൽ അത്ര പ്രോപ്പറായിട്ട് ഉണ്ടാവത്തില്ല. ഇപ്പം നമ്മുടെ കണ്ണിൻ്റെ വൈറ്റ്, അതുപോലെ മുടി പറിച്ച് കഴിഞ്ഞാൽ മുടിയുടെ തുമ്പത്തുള്ള വൈറ്റ്, ഇതെല്ലാം കൊളാജിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കൃത്യമായിട്ട് കൊളാജിൻ പ്രോട്ടീൻ ഉണ്ടെങ്കിലാണ് നമ്മുടെ ഹെയറിന്റെ ഗ്രോത്ത്, നെയിലിന്റെ ഗ്രോത്ത്, അതുപോലെ നമ്മുടെ ജോയിന്റ്സിന്റെ സപ്പോർട്ട്, ഇതിനെല്ലാം ഇമ്പ്രൂവ് ആകത്തുള്ളൂ. പ്ലസ് നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി, ഇതിനെല്ലാം നിലനിർത്താനായിട്ട് കൊളാജിൻ പ്രോട്ടീൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ ശരീരത്തിലെ ഉൽപ്പാദനം വളരെ കുറവായിരിക്കും. അപ്പോൾ കൊളാജിൻ സപ്ലിമെന്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും കിട്ടുന്നതാണ്. ഹെർബാലൈഫിന്റെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് കൊളാജിൻ പ്രോട്ടീൻ കൃത്യമായിട്ട് കിട്ടുന്നതാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വീറ്റ്നെസ്, അതായത് സ്വീറ്റ്നെസ്സിന്റെ ക്രേവിങ്സ് വരുമ്പോൾ അതിനെ ഓർഗൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓറഞ്ച് ഫ്ലേവറിലാണ് പ്രൊഡക്റ്റ് ഇറക്കിയിരിക്കുന്നത്. ശരിക്കും ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്ന ഒരു ടേസ്റ്റ് ആണ്. കുടിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് എപ്പോഴും സ്കിൻ ബൂസ്റ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ രാവിലെ ടു ഉച്ച അതിനുള്ളിൽ യൂസ് ചെയ്യുക. വെയിറ്റ് ലോസ് ചെയ്യുന്ന ആളുകൾ മാക്സിമം സ്കിൻ ബൂസ്റ്റർ രാത്രി 7 മണിക്ക് ശേഷം യൂസ് ചെയ്യാതിരിക്കുക. ക്രേവിങ്സ് ഈ ടൈമിൽ വരുവാണെങ്കിൽ ആ സമയത്ത് ഒരു സാഷെ വാട്ടറിൽ 250 ml തണുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്യുക, 2 ഐസ് ക്യൂബ് ഇടുക, കലക്കുക, കുടിക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. ക്രേവിങ്സിന് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഫിഷ് കൊളാജിനാണ് വന്നിരിക്കുന്നത്. ഇതൊരു നോൺ വെജിറ്റേറിയൻ പ്രൊഡക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഫിഷിനെ തല്ലിക്കൊന്നതിന്റെ താക്കിൽ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കണ്ടന്റ് എന്തെങ്കിലും എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നോൺ വെജ് കാറ്റഗറിയിലാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത്. ഹലാൽ സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് ആർക്കും ഈ പ്രൊഡക്റ്റ് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ സഹായിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കൊളാജിൻ പറഞ്ഞു സ്കിന്നിന്റെ ഹെൽത്തിനാണ്. പിന്നെ ഈ പ്രൊഡക്റ്റിനകത്ത് അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ സി, B2, B3, B6 ആൻഡ് ബയോട്ടിൻ. ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. പിന്നെ വൈറ്റമിൻ സിയുടെ കണ്ടന്റ് ഉണ്ട്. കൊളാജിനായിട്ട് അടങ്ങിയിരിക്കുന്നത് സ്കിന്നിന്റെ നോർമൽ ഫംഗ്ഷൻ നിലനിർത്താനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. വിറ്റമിൻ B2 നമ്മുടെ സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അതിന്റെ നോർമൽ ഫംഗ്ഷൻ നിലനിർത്താനും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ബയോട്ടിനും അതുപോലെ തന്നെ സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യാനും നോർമൽ സ്കിന്നായിട്ട് മെയിൻറ്റെയിൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ അകത്ത് ആർട്ടിഫിഷ്യൽ കളർ ചെയ്തിട്ടില്ല, ആർട്ടിഫിഷ്യൽ സീറ്റോ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. നിങ്ങൾക്ക് സ്കിന്ന് ഹെൽത്തി ആയിരിക്കണമെങ്കിലും അതുപോലെ നിങ്ങളുടെ സ്വീറ്റ്നെസിന്റെ ക്രേവിങ്സിനെ ഓപ്പൺ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സ്കിൻ ബൂസ്റ്റ് യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുക. ഇത് കണ്ടവരും കേട്ടവരൊക്കെ ഉണ്ടെങ്കിൽ സന്തോഷം. ഇല്ലാത്ത ആൾക്കാർ കാണാൻ ശ്രമിക്കുക. കോച്ചിനോട് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചിരുന്നതാണ് ഇതൊക്കെ. ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് വെരി 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 അമേസിങ് പ്രൊഡക്റ്റ്. കമ്പനിയിലെ ഏറ്റവും പ്രീമിയം സെഗ്മെന്റിലുള്ള പ്രൊഡക്റ്റാണ് ഹെർബാലൈഫ് ന്യൂട്രീഷൻ. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഏറ്റവും എക്സ്പെൻസീവ് പ്രൊഡക്റ്റുമാണ്. നമ്മൾ ഇന്ത്യയിൽ കിട്ടുന്നതിൽ ഏറ്റവും എക്സ്പെൻസീവ് നൈറ്റ് വർക്ക്സ് ആണ് വരുന്നത്. അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ പ്രൊഡക്റ്റിൻ്റെ അകത്തും നല്ലൊരു പുളി, നല്ലൊരു മധുരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വീറ്റിന്റെ ക്രേവിങ്സ് വന്നു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ക്രേവിങ്സ് വരുമ്പോൾ ഇത് അങ്ങനെ ആരും യൂസ് ചെയ്യാൻ കാര്യമില്ല. കാര്യം വലിയ വില ആയതുകൊണ്ട് ക്രേവിങ്സ് പയ്യെ കടിച്ച് പയ്യെ വിഴുങ്ങി വിടും. അതുകൊണ്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാറില്ല. അപ്പൊ ഈ പ്രൊഡക്റ്റ് ഹാർട്ട് ഹെൽത്തിനാണ് മെയിൻ ആയിട്ട്. ലൂയി ഇഗ്നാലോ എന്ന് പറഞ്ഞ നോബൽ പ്രൈസ് കിട്ടിയ ഒരു ഡോക്ടർ ആയിട്ടുള്ള സയന്റിസ്റ്റ് ആണ് ഈ പ്രൊഡക്റ്റ് മെയിൻ ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹെർബാലൈഫിന്റെ അഡ്വൈസറി ബോർഡിനകത്തുള്ള ഒരു വ്യക്തിയാണ്. എല്ലാവർജിനായിട്ട് ഇത് മെയിൻ കണ്ടിട്ട് വരുന്നത് നമ്മുടെ ഹാർട്ട് ഫംഗ്ഷൻ, അതായത് നമ്മുടെ ശരീരത്തിൽ നൈട്രിക് ഓക്സൈഡ് എന്ന് പറഞ്ഞ കണ്ടന്റ് ശരീരത്തിൽ പ്രോപ്പറായിട്ട് നമ്മൾ രാത്രി കാലങ്ങളിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഹാർട്ട് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. പക്ഷെ നമ്മുടെ റോങ് ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്, റോങ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല്, ഈ ഒരു സംഭവം വെച്ചിട്ട് നൈട്രിക് ഓക്സൈഡിന്റെ പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും. ഈ സാധനം കുറയുന്ന സമയത്താണ് നമുക്ക് പെട്ടെന്ന് അറ്റാക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ ഇഷ്യൂ ഉണ്ടാവുന്നത്, അതിൽ ഹാർട്ട് സംബന്ധമായ ഇഷ്യൂസ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്ത് നല്ലൊരു ഡയറ്റ് കീപ്പ് ചെയ്ത് നല്ലൊരു ലൈഫ് സ്റ്റൈലിലൊക്കെ പോയി കഴിഞ്ഞാൽ നോർമലി ശരീരത്ത് നൈട്രിക് ഓക്സൈഡിന്റെ പ്രൊഡക്ഷൻ നടക്കും. പക്ഷെ നമുക്കിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഹാർട്ടല്ലേ വർക്ക് ചെയ്തോളൂ എന്ന് വിചാരിക്കും. പക്ഷെ ഇതൊന്നും അങ്ങനെ വർക്ക് ചെയ്യത്തില്ല. നമ്മൾ കൃത്യമായിട്ട് നോക്കിയാൽ മാത്രമാണ് കൃത്യമായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ നൈട്രിക് ഓക്സൈഡിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇഷ്യൂ ഉണ്ടാവുന്നത്. നൈറ്റ് സമയത്ത് ഒരുപാട് പെട്ടെന്ന് തന്നെ ഒരുപാട് ഹെൽത്ത് ഹാർട്ട് സംബന്ധ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള മെയിൻ കാരണം ഈ ഒരു കണ്ടന്റ് കുറവാണ്. അപ്പോൾ ഈ നൈട്രിക് ഓക്സൈഡിന്റെ എല്ലാവർക്കും നൈട്രിക് ഓക്സൈഡിന്റെ സപ്പോർട്ട് നമുക്ക് വളരെ നല്ലതായിരിക്കും. ഈ പ്രൊഡക്റ്റ് ഒരു സ്കൂപ്പ് കഴിച്ച് രാത്രി കിടക്കുവാണെങ്കിൽ
അതുകൂടാതെ ക്രേവിങ്സ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വാട്ടറിൽ മിക്സ് ചെയ്ത് നല്ല തണുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ ആ ക്രേവിങ്സിനെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ സി, ഇ, ഫോളിക് ആസിഡ് ഇങ്ങനെയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ സയന്റിഫിക്കലി ഒരിക്കലും നോക്കരുത് ഹെർബാലൈഫിൻ ന്യൂട്രീഷൻ പ്രൊഡക്ട്സിൽ. കാര്യം എന്താണ്, സയന്റിഫിക്കലി നോക്കി കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ലഭിക്കത്തില്ല. നമ്മൾ വാങ്ങുക, കഴിക്കുക, കഴിച്ചതിന് ശേഷമുള്ള റിസൾട്ട് നോക്കുക. എന്തായാലും ഇത്രയും വർഷമായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റാണ്. ഒരു പ്രൊഡക്റ്റ് കഴിച്ചു കഴിഞ്ഞാലും ആർക്കും ജീവനുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂസും ഉണ്ടാകത്തില്ല. നമ്മൾ നോർമലി കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. ചോറ്, അല്ലെങ്കിൽ മുട്ടക്കറി, അതല്ലെങ്കിൽ എണ്ണപ്പലഹാരങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഡെയിലി കഴിക്കുന്നത്. പക്ഷേ ഈ വക സാധനങ്ങളൊന്നും ആരും സയന്റിഫിക്കലി റിസർച്ച് ചെയ്യാൻ പോകത്തില്ല. അന്ന് നേരെ മറിച്ച് ഹെർബാലൈഫ് ന്യൂട്രീഷൻ്റെ ഒരു പ്രൊഡക്റ്റ് കാണുമ്പോൾ അതിന്റെ ലേബിൾ റിസർച്ച് ചെയ്യണു, അതിന്റെ ലാബ് കാണണം, ഡോക്ടറെ കാണണം, ഡോക്ടറോട് സംസാരിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കഴിക്കുന്നത്. അപ്പൊ ഈ പ്രൊഡക്റ്റ് ഒന്നും അങ്ങനെ ചിന്തിക്കരുത്. ഇത്രയും സയന്റിഫിക് ആയിട്ട് ഏകദേശം 350ഓളം ടെസ്റ്റിന് ശേഷം നമുക്കൊരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലെത്തുന്നത്. അതും നോർമൽ ഡോക്ടേഴ്സ് അല്ല, സയന്റിഫിക് PhD അങ്ങനെയുള്ള ഡോക്ടേഴ്സ് ഒക്കെയാണ് ഇതിന്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, ഒരുപാട് ചെക്ക് ചെയ്യാതെ. നിങ്ങളുടെ കോച്ചിനോട് ചോദിക്കുക, കൃത്യമായിട്ട് കോച്ച് പറഞ്ഞതിലേക്ക് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, റിസൾട്ട് മസ്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ക്രേവിങ്സ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നൈറ്റ് വർക്ക് സാമ്പത്തികമായിട്ട് നിങ്ങൾ സന്തോഷത്തോടെയാണ് പോകണമെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങുക, ഉപയോഗിക്കുക. ഹാർട്ട് വെരി വെരി ക്രേവിങ്സിനേക്കാൾ ഉപരി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഹാർട്ട്. ഹാർട്ട് ഹെൽത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. ഈ പ്രൊഡക്റ്റിന് ഏകദേശം നമുക്ക് 30 സെർവിങ്ങിനാണ് വരുന്നത്. അത് ഒരു മാസത്തെ പ്രൊഡക്റ്റാണ് വരുന്നത്. മാക്സിമം ഈ പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ രാത്രി ടൈമിൽ യൂസ് ചെയ്യുക. രാത്രി പ്രൊഡക്റ്റ് കഴിച്ചതിന് ശേഷം കിടന്നുറങ്ങാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ക്രേവിങ്സ് രാവിലെ ഉണ്ടെങ്കിൽ ക്രേവിങ്സ് ഉള്ള സമയത്ത് യൂസ് ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പ്രൊഡക്റ്റ് ലെമൺ ഫ്ലേവറിലാണ് വരുന്നത്. ചെറിയൊരു പുളി, ചെറിയൊരു ലെമണിന്റെ ടേസ്റ്റും ചെറിയൊരു മധുരമുണ്ട്. നല്ല രസമാക്കി കുടിക്കാനായിട്ട്. കുടിച്ചു നോക്കിയ ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഇല്ലാത്ത ആൾക്കാർ ഒന്ന് കുടിച്ചു നോക്കുക. ക്രേവിങ്സ് വെരി വെരി ഡേഞ്ചർ ആണ്. മസ്റ്റ് ആയിട്ട് ക്രേവിങ്സ് വരുമ്പോൾ ഇതുപോലുള്ള പ്രൊഡക്റ്റിലോട്ട് നിങ്ങൾ പോവുക. നോർമലി ഉള്ള ഫുഡ് ഐറ്റംസിലോട്ട് പോയി കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് വഴിയാധാരമാവും. അതുകൊണ്ട് കൃത്യമായിട്ട് പ്രോഗ്രാം ചെയ്യുക. നല്ല ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യുക. താങ്ക് യു.